بسم الله الرحمن الرحيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين. അല്ലാഹുവിങ്കലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും തീർച്ചയായും ഞാൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലാകുന്നു എന്നു പറയുകയും ചെയ്തവനേക്കാൾ വിശിഷ്ടമായ വാക്ക് പറയുന്ന മറ്റാരുണ്ട്? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل إن الموت الذي تفرون منه فإنه ملاقيكم ثم تردون إلى عالم الغيب والشهادة فينبئكم بما كنتم تعملون. يا أيها الناس أوصيكم إياي أولا بنفسي بتقوى الله. الموت باب وكل الناس داخله يا ليت شعري بعد الباب ما الدار. الدار جنة الخلد إن عملت بما يرضي إله له وإن قصرت فالنار. هما محلان ما للناس عينهما فانظر لنفسك ماذا أنت تختار. ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ചെറുതും വലുതുമായ മുഴുവൻ മേഖലകളിലും സൂക്ഷിച്ച് പാലിച്ച് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അപ്രകാരം ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ മുഴുവൻ മേഖലകളിലും അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുമുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എണ്ണിയാൽ തീരാത്ത ദുനിയാവിൻ്റെ ആഗ്രഹങ്ങളുടെയും ദുനിയാവിൻ്റേതായ അഭിലാഷങ്ങളുടെയും പിറകെ
ദൈനംദിന ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായ കാരണങ്ങളുടെ പേരിൽ ജോലിയുടെയും മറ്റു തിരക്കുകൾക്കിടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെയും. പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നാടും വീടും ഒഴിവാക്കി കുടുംബത്തെ മാറ്റി നിർത്തി ഈ സൗദി അറേബ്യയുടെ മണ്ണിൽ പ്രവാസവും തിരഞ്ഞെടുത്തവരാണ് നമ്മളൊക്കെയും. ഈ തിരക്കുകൾക്കിടയിൽ നമ്മുടെ ജീവിതം ചലിച്ചുകൊണ്ടിരിക്കെ പലപ്പോഴും നമ്മുടെ നാടുകളിൽ നിന്നും ഇവിടെ നിന്നും മറ്റു ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെല്ലാം നമ്മുടെ മുന്നിലേക്ക് പല രൂപത്തിലുള്ള വാർത്തകളായും വീഡിയോകളായും ഫോട്ടോകളായും കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പല അപകടത്തിൻ്റെയും ദുരന്തങ്ങളുടെയും വാർത്തകൾ കേവലം ഒന്ന് വായിച്ച് അല്ലെങ്കിൽ ഒന്ന് അത് കണ്ട് ഒന്ന് തള്ളിക്കളയുന്ന ഒരു മാനസിക അവസ്ഥയിലേക്ക് പലപ്പോഴും ഇന്ന് നമ്മുടെ മനോഗതികൾ മാറിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. 100-ലധികം വരുന്ന ജനങ്ങൾ, 100-ലധികം വരുന്ന മനുഷ്യ സഹോദരങ്ങൾ, സഹോദരിമാർ ഒരു അപകടത്തിൽ, ഒരു വെടിക്കെട്ട് ദുരന്തത്തിൽ മരണപ്പെട്ട വാർത്ത കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് നമ്മൾ കേട്ടത്. പക്ഷേ യാഥാർത്ഥ്യമെന്ന് പറയട്ടെ സഹോദരങ്ങളെ, സഹോദരിമാരെ, സാധാരണ ഒരു വാർത്ത വായിക്കുന്ന ലാവണ്യത്തോടുകൂടി അതോടൊപ്പം ഒരു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് ഈ രൂപത്തിലുള്ള നടുക്കത്തോടുകൂടി നമ്മൾ കേൾക്കുകയും നമ്മൾ അംഗീകരിക്കുകയും ചെയ്യേണ്ട വാർത്തകൾ പോലും ഇന്ന് നമ്മുടെ മനസ്സുകൾക്ക് യാതൊരു സ്വാധീനവും ചെലുത്താത്ത സാധാരണ സംഭവങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ കേൾക്കുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മൊഴിമുത്തുകൾ അറിയുമ്പോൾ സ്വർഗമുണ്ടെന്നും നരകമുണ്ടെന്നും അതിന് പിന്നോടിയായി ഈ ലോകത്തെ ജീവിതം അവസാനിപ്പിക്കുന്ന മരണമെന്നും മരണമെന്ന വാഹനത്തിലൂടെ ഖബർ ജീവിതം കഴിഞ്ഞ് പരലോകമുണ്ടെന്നും യാഥാർത്ഥ്യങ്ങൾ അറിയുന്നവരായിട്ടുപോലും പലപ്പോഴും ഒരു നിസ്സംഗമായ ഭാവം നമ്മുടെ മനസ്സുകളിൽ കുടിയേറിയിരിക്കുകയാണ്. മരണത്തെക്കുറിച്ച് പ്രസ്താവിക്കുന്ന ആയത്തുകൾ, നരകത്തിൻ്റെ ഭയാനകതകളെ വിവരിച്ചു തരുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ, സ്വർഗത്തിൻ്റെ അനുഭൂതികളെക്കുറിച്ചുള്ള വിശുദ്ധ ഖുർആനിൻ്റെ ആനന്ദപരമായ മനസ്സിന് കുളിർമ നൽകുന്ന ആയത്തുകൾ ഒന്നും നമ്മുടെ മനസ്സുകൾക്ക് യാതൊരു സ്വാധീനവും ചെലുത്താതെയായി നമ്മളാണെങ്കിൽ ദുനിയാവിൻ്റെ പളവളപ്പുകൾക്ക് പിറകെയാണ്. മരണമെന്ന് കേൾക്കുമ്പോൾ ഉള്ളിൽ പേടിയുണ്ടെങ്കിലും അതിനെ ആ ഗൗരവത്തോടുകൂടി സമീപിക്കാൻ നമുക്കിന്ന് സാധിക്കാതെയായി. അവിടെയാണ് ഈ ദുനിയാവിൻ്റെ പിറകിൽ ഓടിക്കൊണ്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് 1400 വർഷങ്ങൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചു പോയ വചനങ്ങൾ ഈ സമയത്ത് നമ്മുടെ മനസ്സിലേക്ക് കയറേണ്ടത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, വിശുദ്ധ ലൗ കാന ലി ഇബ്നി ആദമിൻ വാദിയം മിനൽ ദഹബ്, ആദമിന്റെ സന്തതിക്ക് സ്വർണത്തിന്റെ ഒരു താഴ്വരയുണ്ടെങ്കിൽ അത് രണ്ടാകണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു. അത് രണ്ടാക്കുവാൻ വേണ്ടി അവൻ പണിയെടുക്കുന്നു. ഇനി അവന്റെ അടുക്കൽ 2 സ്വർണത്തിന്റെ താഴ്വരയുണ്ടെങ്കിൽ അത് 3ആകണമെന്നും അത് ഇരട്ടിയാകണമെന്നും ആദമിന്റെ സന്തതികൾ ആഗ്രഹിച്ചു കൊണ്ടിരിക്കുകയാണ്. അവന്റെ വാനിറക്കാൻ, അവന്റെ ആഗ്രഹ പൂർത്തീകരണത്തിന് മണ്ണുകൊണ്ടല്ലാതെ സാധിക്കുകയില്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വെച്ചു. സഹോദരങ്ങളെ, 10 കിട്ടിയാൽ 100 ആക്കുവാനും 100 കിട്ടിയാൽ 1000-ഉം 10,000-ഉം ഇരട്ടിക്കിരട്ടിയാക്കി അത് വർദ്ധിപ്പിക്കാൻ എന്ത് വഴിയുണ്ടെന്ന് അന്വേഷിച്ച് നടക്കുന്നവരായി സമൂഹം മാറി നിൽക്കുകയാണ്. അവിടെ ഹലാലും ഹറാമും വേർതിരിച്ചുകൊണ്ട് ഹലാലിന്റെ വഴിയിൽ മാത്രം സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക്, ഹലാലാകട്ടെ ഹറാമാകട്ടെ എനിക്ക് കിട്ടണം പണം, എനിക്ക് വേണ്ടത് പണമാണ് എന്ന ഒരു ദുശ്ചിന്തയിലേക്ക് സമൂഹം ചുരുങ്ങിപ്പോയിരിക്കുകയാണ്.
അവിടെയും നമ്മൾ ആലോചിക്കേണ്ടത്, അവിടെയും നമ്മൾ ചിന്തിക്കേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹു റബ്ബ് സുബ്ഹാനഹു തആലയുടെ എണ്ണിയാൽ ഒടുങ്ങാത്ത നിഅമത്തുകൾ, എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾ അത് ഉപയോഗിച്ചുകൊണ്ട്, അത് ആസ്വദിച്ചുകൊണ്ടാണ് നമ്മളിവിടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ വെല്ലുവിളിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, വഇൻ തഉദ്ദു നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. നിങ്ങളെങ്ങാനും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ എണ്ണാൻ തുടങ്ങിയാൽ, അതൊന്ന് എണ്ണിത്തിട്ടപ്പെടുത്താൻ ഒരുങ്ങിയാൽ നിങ്ങളെ കൊണ്ടതിന് സാധിക്കുകയില്ല. അള്ളാന്റെ അനുഗ്രഹങ്ങൾ, അള്ളാഹ് നമുക്ക് തന്ന അനുഗ്രഹങ്ങളെ എണ്ണി 1, 2, 3 എന്ന നിലക്ക് എണ്ണി തിട്ടപ്പെടുത്തി മാർക്ക് ചെയ്യാൻ, ലിസ്റ്റ് എടുക്കാൻ തുടങ്ങിയാൽ നമ്മളെ കൊണ്ടതിന് കഴിയില്ല എന്നുള്ളത് ലോകത്തിന്റെ നാഥന്റെ വെല്ലുവിളിയാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നില്ലേ, ഖലഖലകും മാ ഫിൽ അർളി ജമീആ. മനുഷ്യരായ നമുക്ക് വേണ്ടിയാണ് ഭൂമിയിലുള്ളതും ആകാശത്തുള്ളതും കടലിലുള്ളതും ഈ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടിജാലങ്ങളെയും മനുഷ്യരല്ലാത്ത മുഴുവൻ സൃഷ്ടികളെയും മുഴുവൻ സംവിധാനങ്ങളും സംവിധാനിച്ചു വെച്ചത്, അത് സൃഷ്ടിച്ചു വെച്ചത് മനുഷ്യരായ നമുക്ക് വേണ്ടിയാണെന്ന് റബ്ബ് സുബ്ഹാനഹു തആല പറയുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ അനുഗ്രഹങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട്, ഈ അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിച്ചുകൊണ്ട്, ഇവയെല്ലാം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിന് നന്ദി കാണിക്കേണ്ടതിനു പകരം, റബ്ബിന് നന്ദി കാണിച്ചുകൊണ്ട് സുജൂദ് ചെയ്യേണ്ടതിന് പകരം, അൽഹംദുലില്ലാ പറയേണ്ടതിന് പകരം, റബ്ബിനെ സ്തുതിക്കേണ്ടതിന് പകരം പലപ്പോഴും നമ്മുടെ ജീവിതങ്ങളിൽ ഇന്ന്, നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നന്ദികേടാണ്. റബ്ബിനെ ഓർക്കാനും റബ്ബിനെ സ്മരിക്കാനും ഇന്ന് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല. അതിനുള്ള സമയങ്ങൾ നമ്മൾ കണ്ടെത്തുന്നില്ല. ഈ പ്രവാസ ലോകത്തിന്റെ ജീവിത തിരക്കുകൾക്കിടയിലും മറ്റെല്ലാ പ്രയാസങ്ങൾക്കിടയിലും ഇതുപോലെ ദീന് പഠിക്കാനും പഠിപ്പിക്കുവാനും മനസ്സിലാക്കാനും മറ്റുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് നമ്മളിൽ എത്ര ആളുകളാണ് ആ സംവിധാനങ്ങളെയും ആ അവസരങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നത്? ഇത്രയും ആളുകൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ടെങ്കിൽ എത്രയോ ആളുകളാണ്, 10,000-കണക്കിന് മുസ്ലിം സഹോദരങ്ങൾ, മലയാളി സുഹൃത്തുക്കൾ കുടുംബസമേതം ഈ അങ്ങാടിയുടെയും ഈ പട്ടണത്തിന്റെയും വിവിധ ഭാഗങ്ങളിലൂടെ അലഞ്ഞു നടക്കുകയാണ്. അവർക്കിത് കേൾക്കണ്ട, അവർക്കിത് പഠിക്കണ്ട. പക്ഷേ റബ്ബിന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ആസ്വദിച്ചുകൊണ്ട്, അവ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റബ്ബിന് നന്ദി ചെയ്യേണ്ടതിന് പകരം റബ്ബിന്റെ ദീന് പഠിക്കുന്നതിനും റബ്ബിന്റെ ദീന് മനസ്സിലാക്കുന്നതിനുമുള്ള അവസരങ്ങൾ ദുരുപയോഗം ചെയ്തുകൊണ്ട്, അവയെ തള്ളിക്കളഞ്ഞുകൊണ്ട് അവരെല്ലാം ഭൗതിക ലോകത്തിന്റെ സുഖാഡംബരങ്ങളിലാണ്, ഭൗതിക ലോകത്തിന്റെ എല്ലാം ആസ്വദിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ സമയത്ത് നമ്മൾ ഓർക്കേണ്ടത്, ഒരിക്കലതാ ലോകത്തിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ ഒരു സംഭവം നമുക്ക് കാണാം. പല ആവർത്തി നമ്മൾ കേട്ടതാണെങ്കിലും അത് സ്മരിക്കാതിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. ഒരിക്കൽ ഒരു രാത്രി അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി ഏറെയായിട്ടുണ്ട്, പക്ഷേ കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. ഇറങ്ങി മദീനയിലൂടെ നടക്കുകയാണ് അഷ്റഫുൽ ഖൽക്ക്. മദീന പട്ടണത്തിലൂടെ അങ്ങനെ ആ മരുഭൂമിയിലൂടെ അങ്ങനെ അള്ളാഹുവിന്റെ റസൂൽ നടക്കുക. ആ സമയത്തതാ ദൂരെ നിന്ന് പരിചയമുള്ള ഒരാളെ കൂടി കാണുകയാണ്. നോക്കുമ്പോ ആരായിരുന്നു? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖിന്റെ അടുക്കലേക്ക് ചെന്നു. അല്ല അബൂബക്കറെ, എന്താണ് ഈ അസമയത്ത് ഇങ്ങനെ ഇറങ്ങി നടക്കുന്നത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, വിശന്നിട്ട് ഉറക്കം വരാതെ എഴുന്നേറ്റ് നടക്കുകയാണ് പ്രവാചകരെ. വിശന്നിട്ട് ഉറക്കം വരുന്നില്ല. ഈ സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തിരിച്ചു ചോദിച്ചു, അല്ല നബിയേ, അങ്ങെന്താണ് ഈ സമയത്ത് എഴുന്നേറ്റ് നടക്കുന്നത്? ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ മറുപടി, വല്ലദീ നഫ്സീ ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം. അബൂബക്കറെ, താങ്കൾ എന്ത് കാരണത്താലാണോ താങ്കളുടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടക്കുന്നത്, അതേ കാരണത്താലാണ്, വയറ് വിശന്നിട്ടാണ്, പട്ടിണി കിടന്നിട്ട് ഉറക്കം വരാതെയാണ് ഞാനും എഴുന്നേറ്റ് നടക്കുന്നത്. രണ്ടുപേരും നടന്നങ്ങനെ പോവാ.
തൊട്ടടുത്ത് വീണ്ടും പരിചയമുള്ള ഒരാളെ കൂടി കാണുന്നു. ആരാണെന്ന് ചോദിക്കുന്നു. അത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയിരുന്നു. അദ്ദേഹത്തോടും കാരണം ചോദിച്ചപ്പോ ഈ രണ്ടുപേരുടെയും, പ്രവാചകന്റെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും അതേ കാരണത്താൽ തന്നെയാണ് ഉമർ ഇബ്നുൽ ഖത്താബും വീട്ടിൽ നിന്ന് പുറത്തിറക്കപ്പെട്ടത്. 3 പേരും കൂടി മഹാനായ അബൂ അയ്യൂബ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് ചെന്നു. അവിടെ വെച്ച് ആദ്യം അദ്ദേഹം അവർക്ക് ഈത്തപ്പഴം കഴിക്കാൻ കൊടുത്തു. പിന്നീട് അദ്ദേഹത്തിന്റെ സമ്പത്തിൽ നിന്ന്, അദ്ദേഹത്തിന്റെ കാലി സമ്പത്തിൽ നിന്ന് ഒരു ചെറിയ ആട്ടിൻകുട്ടിയെ അറുത്ത് അത് മാംസം ഒരുക്കി കൊടുത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വിളമ്പിക്കൊടുത്തു. ആ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ ശേഷം അഷ്റഫുൽ ഖൽഖായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും പറഞ്ഞ ഒരു വാക്കുണ്ട്. വിശുദ്ധ ഖുർആനിലെ വചനം സുമ്മ ലതുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം. അല്ലയോ അബൂബക്കറെ, അല്ലയോ ഉമറെ, ഇതാ ഈ ഒരു പ്രയാസഘട്ടത്തിൽ ഇതാ നമുക്ക് ഇവിടെ ഭക്ഷണം ലഭിച്ചു, നമ്മൾ വിഭവ സമൃദ്ധമായി ഭക്ഷണം കഴിച്ചു. നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ അനുഗ്രഹത്തിനും നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. ഇതിനും നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ ചോദ്യം ചെയ്യപ്പെടും. ഈ നിഅമത്തിന്റെ പേരിലും നാളെ റബ്ബിന്റെ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പ്രവാചകന്റെ അനുയായികളായ നമ്മൾ ഈ രൂപത്തിൽ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ഉപയോഗപ്പെടുത്തി ജീവിക്കുന്ന നമ്മൾ എന്ത് നിലപാടാ നമ്മൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ നമ്മളോട് ചോദിക്കുന്നില്ലേ, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹ് ചോദിക്കുകയാ, യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണേ. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, ഓരോ ആത്മാവും പരിശോധിച്ചു കൊള്ളട്ടെ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചതെന്ന് ഓരോ ആത്മാവും പരിശോധിച്ചു കൊള്ളട്ടെ. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് പറയാ, നാളേക്ക് വേണ്ടി എന്താണ് ഒരുക്കി വെച്ചതെന്ന് ഓരോരുത്തരും പരിശോധിച്ചു കൊള്ളട്ടെ. നാളെ എന്ന വചനം കേൾക്കുമ്പോ, നാളെ എന്ന വാക്ക് കേൾക്കുമ്പോ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചിന്ത എന്താ? നാട്ടിൽ നമ്മുടെ ഏറ്റവും വലിയ സ്വപ്നമായ ഒരു ഭവനമുണ്ട്. എൻ്റെ നാട്ടിൽ എൻ്റെ തറവാടിനോട് ചേർന്ന് എൻ്റെ ജ്യേഷ്ഠന്റെയും എൻ്റെ അനുജന്റെയും എൻ്റെ സഹോദരങ്ങളുടെ വീട് ചേർന്ന് എനിക്കും ഒരു വീട് വേണം, ഒരു സ്വന്തം വീട് വേണം. അതാണ് എൻ്റെ നാളെ എന്ന സ്വപ്നം. നാളെ എന്ന് കേൾക്കുമ്പോ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്, നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് 10ാം ക്ലാസ്സിലോ പ്ലസ് 2വിലോ ഡിഗ്രി തരത്തിലോ പഠിക്കുന്ന നമ്മുടെ പെൺകുട്ടികളുടെ മുഖമാണ്. അവരെ കല്യാണം കഴിച്ച് പറഞ്ഞയക്കണം, സന്തോഷത്തോടുകൂടി അവരെയും മറ്റൊരു ജീവിതത്തിലേക്ക് പറഞ്ഞയക്കണമെന്ന സ്വപ്നമാണ്. ഈ രൂപത്തിലുള്ള ദുനിയാവിന്റെ നാളെയെ കുറിച്ചുള്ള ചിന്തകളാ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുള്ളത്. പക്ഷേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, റബ്ബ് സുബ്ഹാനഹു വ തആല ഇവിടെ സൂചിപ്പിക്കുന്ന നാളെ ഏതാ? ഏത് നാളെയെ കുറിച്ചാ റബ്ബ് നമ്മളെ സൂചിപ്പിക്കുന്നത്? നാളെ എന്ന പരലോകത്തെ കുറിച്ചാണ് റബ്ബിന്റെ സൂചന. ആ പരലോകത്തേക്ക് വേണ്ടി എന്താണ് ഞാനും നിങ്ങളും ഒരുക്കി വെച്ചതെന്ന് നമ്മളൊന്ന് നമ്മളോട് തന്നെ ചോദിക്കുവാൻ വേണ്ടി റബ്ബ് നമ്മളോട് തന്നെ ഒന്ന് കണക്ക് കൂട്ടി നോക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളോട് ആവശ്യപ്പെടുകയാണ്. ആലോചിച്ചു നോക്കണം, റബ്ബ് നമ്മളോട് പറയുന്ന വാക്കുകൾ എന്തൊരുക്കി വെക്കാൻ കഴിഞ്ഞു നമുക്ക്? ബാങ്കിൽ ഒരുക്കി വെച്ച റിയാലുകളുടെയോ ഇന്ത്യൻ റുപ്പികളുടെയോ നോട്ടുകെട്ടുകളെ കുറിച്ചല്ല, നാട്ടിൽ ഉണ്ടാക്കിയിട്ട ബിൽഡിങ്ങുകളുടെ കണക്കുകളെ കുറിച്ചല്ല, വാങ്ങിയിട്ട തോപ്പുകളെ കുറിച്ചല്ല റബ്ബിന്റെ കണക്ക് ചോദിക്കുന്നത്. പരലോകമെന്ന ജീവിതത്തിലേക്ക് വേണ്ടി അവിടേക്കുള്ള അക്കൗണ്ടിലേക്ക് എന്താ നമ്മൾ നിക്ഷേപിച്ചത്? എന്ത് അമലു സ്വാലിഹാത്താണ് എന്റെയും നിങ്ങളുടെയും പക്കലുള്ളത്? നാളെ റബ്ബിന്റെ കോടതിയിൽ വലത് കൈയിലും ഇടത് കൈയിലും കിതാബ് കിട്ടുന്ന വിഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. വലത് കൈയിൽ കിതാബ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. വലത് കൈയിൽ കിതാബ് കിട്ടണമെന്ന് ആഗ്രഹിക്കുന്ന നമ്മൾ അതിനുവേണ്ടി എന്താ പ്രിയപ്പെട്ടവരെ ചെയ്തു വെച്ചത്? പരീക്ഷണത്തിന്റെ ലോകമല്ലേ ഇത്? കേവലം പരീക്ഷിക്കുവാൻ വേണ്ടി
ചെറിയൊരു പരീക്ഷണ കാലഘട്ടത്തേക്ക് മാത്രമുള്ള ജീവിതമല്ലേ ഇത്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 ഇലാ 70. എന്റെ ഉമ്മത്തിന്റെ പ്രായം എന്നുള്ളത് 60ഉം 70ഉം വയസ്സിനിടക്ക. ആ 60ഉം 70ഉം വയസ്സിനിടക്കുള്ള ജീവിതത്തിലേക്ക്, അതിനപ്പുറത്തേക്ക് പോകൂല എന്നല്ല, കിട്ടിയ വലിയ ഭാഗ്യം. പക്ഷേ ആ ഒരു 60നും 70നും ഇടയ്ക്ക് ജീവിക്കാൻ മാത്രം അവസരമുള്ളൂ നമുക്ക്. അങ്ങോട്ടെത്തും യാതൊരു ഉറപ്പുമില്ല. അത് തന്നെ പരീക്ഷണത്തിന്റെ ഘട്ടം. പല രൂപത്തിലുള്ള പരീക്ഷണങ്ങൾ അല്ലേ? വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചില്ലേ? 67-ാമത്തെ അധ്യായം സൂറത്തുൽ മുൽക്കിന്റെ 2-ാമത്തെ വചനം, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. എന്താ റബ്ബിന്റെ വചനം? അറിയാം നമുക്ക് ഈ വചനങ്ങൾ, എത്രയോ ആവർത്തി നമ്മൾ കേട്ട വിശുദ്ധ ഖുർആനിന്റെ ആയത്താ. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്ത്. എന്തിനാ ജീവിതവും മരണവും വേർതിരിച്ചു തന്നത്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ. എന്ത് പരീക്ഷണ, എന്ത് പരീക്ഷയാ? നിങ്ങളിൽ ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് പരീക്ഷിക്കാൻ, എന്ന് പരിശോധിക്കാനാ നിങ്ങൾക്ക് ജീവിതവും മരണവും തന്നിരിക്കുന്നത്. പക്ഷേ റബ്ബിൻ്റെ ഈ പരീക്ഷണ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മളിന്ന് അഹങ്കാരികളായി മാറി, നമ്മളിന്ന് തെമ്മാടികളായി മാറി, നമ്മളിന്ന് ധിക്കാരികളായി മാറി. സഹോദരങ്ങളെ, നമ്മൾ ആലോചിക്കണം, നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് ചിന്തിക്കണം. ജന്മം കൊണ്ട് നാം ഇരുകാലി, കർമ്മം കൊണ്ടിന്ന് നാൽക്കാലി. ധർമ്മം ഫിത്ന ഫസാദായി, മർമ്മം ദീനെന്ന നില പോയി. ഖൽബിൽ ഇബ്ലീസ് കുടിയേറി, ഇൽമും ഇഖ്ലാസും വഴിമാറി. മരണം മറന്ന് കിബിറേറി, മഹിതല സൗക്കിൽ നടമാടി. കവിയുടെ വചനങ്ങൾ പാട്ടാണെങ്കിലും വലിയ അർത്ഥം നമ്മളെ പഠിപ്പിക്കുകയാ. ജന്മം കൊണ്ട് നാം ഇരുകാലിയാണ്, പക്ഷേ കർമ്മം കൊണ്ടിന്ന് നാൽക്കാലി. ജന്മം കൊണ്ട് ഇരുകാലിയാണെങ്കിലും കർമ്മം കൊണ്ടിന്ന് നമ്മൾ നാൽക്കാലി എന്ന് പറഞ്ഞാൽ, 4 കാലുള്ള മൃഗങ്ങൾക്ക് പ്രതികരിക്കാനും കേൾക്കാനും പ്രതികരിക്കാനും കഴിയുമെങ്കിൽ അവ പോലും നമ്മുടെ മുഖത്തടിച്ചു പോകും. മൃഗീയമെന്ന് പറഞ്ഞാൽ മൃഗങ്ങൾ പോലും പ്രതികരിച്ചു പോകും. ഇല്ല, ഞങ്ങൾ പോലും ഈ രൂപത്തിൽ ചെയ്യുകയില്ല എന്ന് പറയുന്ന അവസ്ഥ. കഴിഞ്ഞ 4-5 ദിവസങ്ങളായി നമ്മുടെ നാടുകളിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകൾ ആ രൂപത്തിലാണ്. അമ്മയെയും പെങ്ങളെയും സഹോദരിയെയും ഉമ്മയെയും ആരെയും തിരിച്ചറിയാൻ വഴിയാത്ത ഒരു സമൂഹമായി മാറി. ധർമ്മമെന്തെന്നും അധർമ്മമെന്തെന്നും അറിയാത്തവരായി മാറി നമ്മൾ ഇന്ന്. സഹോദരങ്ങളെ, ധർമ്മമെന്നുള്ളത് ഫിത്നയും ഫസാദുമായി മാറി. മർമ്മം, അടിസ്ഥാനം, ദീനെന്ന നില മാറി. പിന്നെയോ ഖൽബിൽ ഇബ്ലീസ് കുടിയേറി. ഈമാൻ നിറയേണ്ട ഖൽബ്, ഇഖ്ലാസ് നിറയേണ്ട ഖൽബ്, അവിടെ സ്ഥാനം കൊടുത്തത് ഇബ്ലീസിനായി പോയി. കേൾക്കേണ്ടത് കേൾക്കാതിരിക്കുന്നു നമ്മൾ, കാണേണ്ടത് കാണുന്നില്ല, കാണാൻ പാടില്ലെന്ന് പറഞ്ഞത് കാണുന്നു, കേൾക്കാൻ പാടില്ലെന്ന് പറഞ്ഞത് കേൾക്കുന്നു. അവിടെ സ്ഥാനം കൊടുത്തത് ഇബ്ലീസിനായി പോയി. ഇൽമ് നഷ്ടപ്പെട്ടു, ഇൽമില്ല, ഇഖ്ലാസില്ല, എല്ലാം നഷ്ടപ്പെട്ടു. മരണമെന്ന ചിന്ത മാറി, കൽബില് കിബിറേറി, അഹങ്കാരം, ഞാനെന്ന ഭാവം, അല്ലേ? ഞാനെന്ന ഭാവത്താൽ കൽബിൽ കേറി ഇബ്ലീസ്. എനിക്ക് ഞാൻ മതി, എൻ്റെ സമ്പത്ത്, എൻ്റെ കുടുംബം, എൻ്റെ 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 എന്ന ചിന്തയിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോയി. പക്ഷേ കാര്യങ്ങൾ ഏത് രൂപത്തിലും നമ്മൾ അഹങ്കരിക്കാം, നമുക്ക് സ്വയം പെരുമ നടിക്കാം. പക്ഷേ നമ്മളെ സൃഷ്ടിച്ച റബ്ബ് നമ്മളോട് ചോദിക്കുകയാ. നമ്മളെ സൃഷ്ടിച്ച് ഈ ലോകത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ പറഞ്ഞയച്ച റബ്ബ് നമ്മളെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. 82-ാമത്തെ അധ്യായം സൂറത്തുൽ ഇൻസാനിന്റെ വചനങ്ങൾ. ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ്ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറാ
ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് ചോദിക്കാം, ഹൽ അതാ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. അല്ല മനുഷ്യരെ, നിങ്ങൾക്ക് പറയപ്പെടാൻ ഒന്നുമല്ലാതിരുന്നൊരു കാലഘട്ടം അല്ലേ? ഇന്ന് പറയാൻ 6 അടി നീളമുള്ള മനുഷ്യനാണ് നമ്മൾ. പറയാൻ നമുക്ക് 60, 70, 80 കിലോയുടെ തൂക്കമുണ്ട്. 30, 35, 40 വയസ്സിന്റെ ആയുസ് എണ്ണം പറയാൻ നമുക്കുണ്ട്. അക്കൗണ്ട് പറയുകയാണെങ്കിൽ ഇത്ര രൂപയുടെ അക്കൗണ്ട് എനിക്കുണ്ട്, ഇത്ര മക്കള് എനിക്കുണ്ട്, ഇത്ര സമ്പാദ്യം എനിക്കുണ്ട്. ഇതൊക്കെ നമുക്ക് പെരുമ നടിക്കാം. പക്ഷെ നമ്മളെ സൃഷ്ടിച്ച നാഥൻ നമ്മളോട് ചോദിക്കുകയാ, ഹൽ അതാ അലൽ ഇൻസാനി ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. ഒന്നുമല്ലാതിരുന്ന, പറയപ്പെടാൻ പോലും ഒന്നുമല്ലാതിരുന്ന അവസ്ഥ മനുഷ്യ നിനക്ക് കഴിഞ്ഞു പോയില്ലേ? അല്ലേ? റബ്ബ് നമ്മളോട് ചോദിക്കുക, ഹൽ അതാ അലൽ ഇൻസാൻ ഹീനും മിനദ് ദഹരി ലം യകുൻ ശൈഅൻ മദ്കൂറ. ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലീഹി ഫജഅൽനാഹു സമീഅൻ ബസീറാ. പിന്നെ വളരെ നിസ്സാരമായൊരു വസ്തുവിൽ നിന്ന്, തെറിക്കപ്പെടുന്ന ഇന്ദ്രിയ തുള്ളിയിൽ നിന്ന് നിങ്ങളെ നാം സൃഷ്ടിച്ചു. നിങ്ങൾക്ക് കേൾവി ശക്തി തന്നു, കാഴ്ച ശക്തി തന്നു, എല്ലാ കഴിവും റബ്ബ് നമുക്ക് നൽകി. പക്ഷെ നമ്മളോ ഇന്ന് അഹങ്കരിക്കുകയാ. അല്ലേ? നിങ്ങളൊക്കെ പലപ്പോഴും വായിച്ചിട്ടുണ്ടാകും, വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഇടയ്ക്ക് വരുന്നൊരു മെസ്സേജ്. എന്താണ്? നീ പ്രസവിക്കപ്പെട്ടാലും നിന്നെ എടുക്കണം, അവസാനം മരിച്ചാലും നിന്നെ എടുത്തുകൊണ്ട് പോകണം. അതിനിടക്ക് ഒന്ന് നടക്കാൻ പഠിച്ചതിൻ്റെ പേരിലാണോ നീ കാണിക്കുന്ന കിബറുകളൊക്കെയുമെന്ന് പോസ്റ്റുകൾ പലപ്പോഴും നമ്മൾ വായിക്കാറുണ്ട്, ലൈക്ക് അടിക്കാറുണ്ട്, ഷെയർ ചെയ്യാറുണ്ട്. ഈ ലൈക്കും ഷെയറും നമ്മളെ മനസ്സിലേക്ക് കയറാതിരിക്കുമ്പോഴാണ് പ്രശ്നം. അല്ലേ? 20 നല്ല മെസ്സേജുകൾ ഫോർവേഡ് ചെയ്യാറുണ്ട്, ലൈക്ക് അടിക്കും, ഷെയർ ചെയ്യും. പക്ഷേ ഈ ഒന്ന് നടക്കാൻ പഠിച്ചതിൻ്റെ പേരിൽ, ജനനത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയ്ക്ക് ഒന്ന് നടക്കാൻ പഠിച്ചതിൻ്റെ പേരിൽ അഹങ്കാരം നടിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ അവസ്ഥയെക്കുറിച്ച് റബ്ബ് നമ്മളോട് ചോദിക്കുകയാണ്. തുച്ഛമായ ദുനിയാവിന് വേണ്ടിയാ നമ്മൾ ഇന്ന് എല്ലാം നഷ്ടപ്പെടുത്തുന്നത്. ദുനിയാവാണ് എല്ലാം, നമ്മൾ ഇതാണ് എല്ലാം, ഇവിടെ കാണുന്നതാണ് സ്വർഗം എന്ന് വിചാരിച്ചു പോകുമ്പോഴാ കുഴപ്പം. എന്തേ ദുനിയാവിനെ കുറിച്ച് എല്ലാം അറിയുന്ന അഷ്റഫുൽ ഖൽക്ക് നമ്മളെ പഠിപ്പിക്കുകയാണ്. എന്താണ്? വല്ലാഹ്, അല്ലാഹുവാണേ സത്യം, മദ്ദുന്യാ ഫിൽ ആഖിറതി ഇല്ലാ മിസ്ലു മാ യജഅലു അഹദുകും ഉസ്ബഅഹു ഫിൽ യമ്മി ഫൽയൻദുർ ബിമാ യർജിഅ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, എന്താ ദുനിയാവ് നിങ്ങൾക്കറിയണോ? നിങ്ങളുടെ വിരല് ആർത്തലച്ച് ഓളങ്ങൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കടൽ തിരമാലയിലേക്ക്, കടലിൻ്റെ ഓളങ്ങളിലേക്ക് നിങ്ങളുടെ വിരലൊന്ന് മുക്കിയിട്ട് പൊക്കിയിട്ട് നോക്കിയാൽ ആ വിരൽ തുമ്പിൽ അല്പം വെള്ളം കാണും. ഇല്ലേ? കടലിൽ പരന്നു കിടക്കുന്ന, വിശാലമായി കിടക്കുന്ന കടലിൻ്റെ ഓളങ്ങളിലേക്ക്, ആ ജലത്തിലേക്ക് വിരൽ മുക്കിയിട്ട് എന്തേ നിങ്ങളുടെ വിരൽ തുമ്പിൽ ബാക്കിയായത്? ഒരിറ്റ് വെള്ളം. ബാക്കിയൊക്കെ കിടക്കുന്ന ആ കടലിലാണ്. ആ ഒരിറ്റ് വെള്ളമാണ് ഈ ദുനിയാവ്. ആ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടിയാണ് ഈ എടുക്കുന്ന പണിയൊക്കെയും. ആലോചിച്ചു നോക്കണം. മറ്റൊരിക്കലതാ മഹാനായ ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്, ഒരിക്കൽ ഞങ്ങൾ പ്രവാചകന്റെ കൂടെ ഇങ്ങനെ മദീനയിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് വഴിയരികിൽ ഒരു ചത്ത ആട്ടിൻകുട്ടിയെ ഞങ്ങൾ കണ്ടു. ആ സമയത്ത് ആ ചത്ത ആട്ടിൻകുട്ടിയിലേക്ക് നോക്കിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് ചോദിച്ചു, അയ്യുക്കും യുഹിബ്ബു അൻ യകൂന ഹാദാ ബിദിർഹമിൻ. അല്ല, നിങ്ങളിൽ ആരെങ്കിലും ഒരു 2 ദിർഹമിന് അല്ലെങ്കിൽ 2 റിയാലിന് ഈ ആടിനെ വാങ്ങാൻ റെഡിയാണോ? ചത്ത ആടിനെ നോക്കിയിട്ട് അല്ലാഹു റസൂൽ ചോദിക്കണേ. സ്വഹാബികൾ പറഞ്ഞു, അല്ല റസൂലെ, നിങ്ങൾ എന്ത് വർത്താനാ പറയണേ? ആ ചത്ത ആടിന് 2 റിയാലിന് ആര് വാങ്ങാനാ? അപ്പൊ നബി ചോദിച്ചു, എങ്കിൽ 1 റിയാലിന് അല്ലെങ്കിൽ 1 ദിർഹമിന് വാങ്ങുക. വീണ്ടും സഹാബികൾ പറഞ്ഞു, എന്ത് വർത്താനാ നബി? വെറുതെ തന്നാൽ പോലും ആർക്കും ആവശ്യമില്ലാത്തതല്ലേ ആ ചത്ത ആട്?
പിന്നെ എന്തിനാണ് അങ്ങനെ ചോദിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി, എങ്കിൽ ആ ചത്ത ആടിനോടാണ് ഈ ദുനിയാവിന്റെ ജീവിതത്തെ ആർക്കും വേണ്ടാത്ത, ഒന്നിനും അവകാശമില്ലാത്ത, ജീവൻ നഷ്ടപ്പെട്ടു പോയ ചത്ത ആടിനോടാണ് ഈ ദുനിയാവിലെ ജീവിതത്തെ അഷ്റഫുൽ ഖൽഖ് പ്രവാചക മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചത്. ഇനി മാത്രമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരിക്കൽ മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ തോളത്ത് കൈവച്ചിട്ട് സ്നേഹത്തോടുകൂടി അദ്ദേഹത്തെ തലോടിക്കൊണ്ട് മഹാനായ അഷ്റഫുൽ ഖൽഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുകയാണ്, യാ ഇബ്നു ഉമർ, അല്ലയോ ഇബ്നു ഉമറേ, അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു ഉമറേ, കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബുൻ ഔ ഗാബിറുസ് സബീൽ. അല്ലയോ ഇബ്നു ഉമറേ, ഈ ദുനിയാവിൽ നീ ആരാണെടോ? ഇബ്നു ഉമറേ, ഈ ദുനിയാവിൽ ഞാനും നീയൊക്കെ ആരാണെടോ? കുൻ ഫിദ്ദുനിയാ കഅന്നക ഗരീബുൻ ഔ ഗാബിറുസ് സബീൽ. ഒരു വഴിയാത്രക്കാരനെ പോലെയോ അല്ലെങ്കിൽ ഒരു അപരിചിതനെ പോലെയോ മാത്രമാണ് നമ്മൾ ഈ ദുനിയാവിലെ നമ്മുടെ മെമ്പർഷിപ്പ്. ഇത് ഒരു പക്ഷെ നാട്ടിൽ പറഞ്ഞാൽ ആർക്കും അത്ര കണ്ട് കയറൂല അല്ലേ? ഇവിടെ ഗൾഫിൽ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെ വില നമുക്ക് ശരിക്കറിയാം. ഈ ഹദീസ് ശരിക്ക് കൊള്ളും മനസ്സിക്ക്. എന്താണ്? 2 കൊല്ലത്തേക്ക് അടിച്ച ഇഖാമ അതിൻ്റെ വാലിഡിറ്റി തീർന്നോ എന്ന് നോക്കിക്കൊണ്ട് നടക്കണം. തീർന്ന പണി വേറെ രൂപത്തിൽ കിട്ടും. കയ്യിലുള്ള ഇൻഷുറൻസ് കാർഡ് അത് എപ്പോഴും പുതുക്കാനായോ എന്ന് നോക്കിക്കൊണ്ടിരിക്കണം. പുതുക്കിയില്ലെങ്കിലോ അടുത്ത തവണ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ ബില്ല് ഏറെ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരും അല്ലേ? കാരണം എന്താ? ഇത് നമ്മളെ നാടല്ല. ഒന്ന് പുറത്തിറങ്ങി നടക്കണമെങ്കിൽ പേടിയാ. ഒന്ന് തപ്പി നോക്കും പേഴ്സ്, ഇഖാമ എടുത്തിട്ടുണ്ടോ, ബത്താക്ക എടുത്തിട്ടുണ്ടോ, പരിശോധിക്കും നമ്മൾ. എന്നിട്ടേ പുറത്തിറങ്ങി നടക്കുള്ളൂ. എന്തേ? നമ്മളെ നാടല്ല. ഇവിടെ നമ്മൾ വിസയിലാ. ഒരു ഡ്യൂറേഷൻ ഉണ്ട്. 10 കൊല്ലോ 5 കൊല്ലോ 20 കൊല്ലോ കഴിഞ്ഞാൽ പോണം. അതിലപ്പുറത്തേക്ക് ഈ നാട്ടിൽ നമുക്ക് നിൽക്കാൻ പറ്റൂല. ഇതേ റബ്ബും പറഞ്ഞിട്ടുള്ളൂ. 3000 റിയാലിന് പണിയെടുക്കുന്ന മനുഷ്യൻ കിട്ടുന്ന 3000 റിയാലും നാട്ടിലേക്ക് 1 റിയാൽ പോലും അയക്കാതെ മുഴുവൻ ഇവിടെ തീരുമാനാക്കി, ഇവിടെ അടിച്ചു പൊളിച്ച് നടന്നു. നാളെ നാട്ടിലേക്ക് എക്സിറ്റ് പോയി കഴിഞ്ഞാൽ അവരെന്താ നാട്ടിൽ ബാക്കി ഉണ്ടാവുക? ചണ്ടികാൽ ആർക്കും വേണ്ടി വരൂല അല്ലേ? കയ്യിൽ പൈസ ഇല്ലാതെ നാട്ടിൽ എന്ന ആരെങ്കിലും സ്വീകരിക്കോ? സ്വന്തം ഭാര്യ പോലും മക്കൾ പോലും ഉപേക്ഷിക്കും. വേണ്ട അല്ലേ? നമ്മൾ നാട്ടിൽ നിന്ന് ദിനേന കേൾക്കുക, എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോയ പ്രവാസികളുടെ അവസ്ഥ ആർക്കും വേണ്ടാത്ത ചണ്ടികളായി മാറി. അതേ അവസ്ഥയാ ഈ പ്രവാസ ലോകത്ത്. ദുനിയാവെന്ന പ്രവാസ ലോകത്ത് നിന്ന് എക്സിറ്റ് അടിച്ചു പോകാനുണ്ട് പരലോകത്തേക്ക്. ഇവിടെ നിന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അവിടെ ആർക്കും വേണ്ടാത്ത ചണ്ടിയായി നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അതുകൊണ്ടാണ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞത്, ഇബ്നു ഉമറെ, ഞാനും നീയൊക്കെ ഇവിടെ ഒരു അപരിചിതനാ. ഒരു മാസത്തെ വിസിറ്റിങ്ങിന് 15 ദിവസത്തെ വിസിറ്റിങ്ങിന് വന്ന അയാൾക്ക് ഇപ്പം എന്തേ കോബാറിൽ അറിയാം? അയാൾക്ക് എന്താ കോബാറിൽ ചെയ്യാനുള്ളത്? ഇല്ല. 15 ദിവസം കഴിഞ്ഞാൽ അടുത്ത ഫ്ലൈറ്റിന് തിരിച്ചു പോകണം. അത്രേ ഉള്ളൂ. 40, 50, 60 കൃത്യമായ കണക്ക് വെച്ചിട്ട് അവിടുന്ന് വിട്ടത്. അതിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് തീർന്നാൽ തിരിച്ചു പോകണം. അല്ലെങ്കിൽ ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. അല്ലെങ്കിൽ ഒരു മരത്തിൻ്റെ തണലിൽ വിശ്രമിക്കുന്ന യാത്രക്കാരനെ പോലെയാണ് ഈ ദുനിയാവിലെ നമ്മുടെ ജീവിതമെന്ന് അഷ്റഫുൽ ഖൽഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊന്നും കൂടി പഠിപ്പിച്ചു, ഇദാ അസ്ബഹത ഫലാ തൻതളിറിൽ മസാ ഫഇദാ അംസൈത ഫലാ തൻതളിരിസ് സ്വബാഹ്. രാവിലെ നേരം വെളുത്തു കഴിഞ്ഞാൽ വൈകുന്നേരമാകുമെന്ന് നീ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. വൈകുന്നേരമായി കഴിഞ്ഞാൽ നാളേക്ക് ബാക്കിയാകുമെന്നും നീ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. നേരം വെളുക്കുമെന്ന് പ്രതീക്ഷിക്കരുത്. അത്രക്ക് തുച്ഛമാണ് നമ്മുടെ ജീവിതം. അത്രക്ക് നിസ്സാരമാണ് നമ്മുടെ ജീവിതം. ആ നിസ്സാരമായ ദുനിയാവിന് വേണ്ടിയാണ്, ആ ദുനിയാവിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എന്നെന്നും നിലനിൽക്കുന്ന കാലാകാലം ജീവിക്കാനുള്ള പരലോകത്തെയാണ് നമ്മൾ ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പ്രാധാന്യം കൊടുക്കാതെ അതിനെ ലഘുവായി ചിത്രീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് വിശുദ്ധ ഖുർആൻ നമ്മളോട് പറയുന്നത്. ബൽ തുസിറൂനൽ ഹയാത്തദ് ദുനിയാ
ബൽ തുഹ്സിറൂനൽ ഹയാത്തദ് ദുനിയാ വൽ ആഖിറതു ഖൈറു വഅബ്ഖാ. നിങ്ങൾ പ്രാധാന്യം കൊടുക്കണ ആർക്കാ? ബൽ തുഹ്സിറൂനൽ ഹയാത്തദ് ദുനിയാ, നിങ്ങൾ ദുനിയാവിന് പ്രാധാന്യം കൊടുക്കുന്നു. പക്ഷേ ബൽ ആഖിറതു ഖൈറുൻ വഅബ്ഖാ, ആഖിറമാണ്, പരലോകമാണ് ഖൈറ്, എന്നെന്നും നിലനിൽക്കുന്നത് ആ പരലോകമായിരിക്കും. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ ഭജനം, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവ നമ്മുടെ മനസ്സുകളിൽ എപ്പോഴും ഉണ്ടാകണം. ഇനി മാത്രമല്ല, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ചില വചനങ്ങൾ, നമ്മളിന്ന് ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക അല്ലേ? പലരും പറയും കുടുംബത്തെ പോറ്റണ്ടേ അല്ലേ, നാട്ടിലേക്ക് എന്തെങ്കിലും അയച്ചു കൊടുത്താലേ കുടുംബം പട്ടിണി ചെയ്യാതെ ജീവിക്കൂ, ഞാനിവിടുന്ന് എൻ്റെ ഒരു റിയാൽ അങ്ങോട്ട് എത്തിയില്ലെങ്കിൽ കുടുംബം അവിടെ പട്ടിണിക്കാരം. നമുക്കുള്ള ആശങ്ക അതാ. അല്ലെങ്കിൽ ഇത്ര കൊല്ലം കാലാകാലം ഇവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ, നാട്ടിലേക്ക് പോയാൽ കുടുംബത്തെ പട്ടിണിയില്ലാണ്ട് ജീവിക്കാൻ, കുടുംബത്തെ പോറ്റാൻ എന്തെങ്കിലുമൊക്കെ വേണ്ടേ? പട്ടിണി നമ്മളൊക്കെ വലിയ പേടി. പക്ഷേ അള്ളാഹിൻ്റെ റസൂൽ ഒരിക്കലും നമ്മളെ കാര്യത്തിൽ പട്ടിണി പേടിച്ചിട്ടില്ല. നമുക്ക് ആ പട്ടിണി പേടിയുള്ളൂ. നമ്മളെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പേടിയുണ്ടായിരുന്ന ആള് അള്ളാഹിൻ്റെ റസൂലാ. ആ അള്ളാഹിൻ്റെ റസൂൽ ഒരിക്കലും നമ്മളെ കാര്യത്തിൽ പട്ടിണിയെ പേടിച്ചിട്ടില്ല. അതാ നമ്മൾ ഓർക്കേണ്ടത്. നമ്മളെ കാര്യത്തിൽ അള്ളാഹിന്റെ റസൂൽ പട്ടിണി വരുമെന്ന് പേടിച്ചിട്ടില്ല. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലൽ ഫഖറു അഖ്ശാ അലൈക്കും വലാകിൻ അഖ്ശാ അലൈക്കും അൻ തബ്സുത അലൈക്കുമുദ് ദുനിയാ. ലൽ ഫഖറു അഖ്ശാ അലൈക്കും, നിങ്ങളെ കാര്യത്തിൽ ഞാൻ ദുനിയാവിനെ പേടിക്കുന്നു, നിങ്ങളെ കാര്യത്തിൽ ഞാൻ ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല. മുസ്ലിം സമൂഹത്തിന്റെ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിന്റെ കാര്യത്തിൽ ഒരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാരിദ്ര്യത്തെ ഭയന്നിട്ടില്ല. വലാകിൻ അഖ്ശാ അലൈക്കും അൻ തബ്സുത ലക്കുമുദ് ദുനിയാ, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഭയപ്പെടുന്നത് ദുനിയാവിന്റെ പല പളപ്പുകൾക്ക് പിറകെ നിങ്ങൾ ഓടിപ്പോകുന്നതാണ്. ആ ദുനിയാവിന്റെ പുറകിലേക്ക് നിങ്ങൾ ഓടിപ്പോകുന്നതിനെയാണ് ഞാൻ ഭയപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ റസൂല് പറയാ, നിങ്ങളെ കാര്യത്തിൽ ദാരിദ്ര്യത്തെ ഞാൻ പേടിക്കുന്നില്ല, നിങ്ങൾ പട്ടിണി കിടക്കുന്നു എനിക്ക് പേടിയില്ല, പക്ഷേ ദുനിയാവിൻ്റെ പളപളപ്പുകളിലേക്ക് നിങ്ങൾ ഓടിപ്പോകുമെന്ന്, അതിൽ നിങ്ങൾ വഞ്ചിതരായി പോകുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. എത്ര തുച്ഛമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഇന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ദുനിയാവ്, നമ്മൾ ഇന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ദുനിയാവ് എത്ര തുച്ഛമാ. ഒന്നുകൂടി അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നമുക്കിന്നെത്ര സമ്പാദിച്ചിട്ടും മതി വരുന്നില്ല, എത്ര ഒരുക്കി വെച്ചിട്ടും നമുക്ക് മതിയാകുന്നില്ല, വീടിൻ്റെ പണി നമുക്ക് തീർത്താൽ തീരുന്നില്ല, ഉടുക്കുന്ന ഡ്രസ്സുകളുടെ ആഡംബരങ്ങൾ തീരുന്നില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, യഖൂലുൽ അബ്ദു മാലി മാലി. ആദമിൻ്റെ സന്തതികൾ മനുഷ്യന്മാര് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്റെ സമ്പത്ത്, എന്റെ സമ്പത്ത്, എന്റെ വീട്, എന്റെ ഭാര്യ, എന്റെ കുടുംബം, എന്റെ വാഹനം, എന്റെ ബിൽഡിംഗ് എന്ന നിലക്ക് സമ്പത്തിന്റെ പിറകെ മനുഷ്യരതാ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, ഇന്നമാലഹു മിൻ മാലിഹി സലാസ. അവന്റെ സമ്പത്തിൽ അവനായിട്ടുള്ളത്, അവന്റെ സമ്പത്തിൽ അവൻ്റെതെന്ന് പറയാനുള്ളത് മിൻ മാലിഹി സലാസ, അവൻ്റെതെന്ന് പറയാൻ, എൻ്റെതെന്ന് പറയാൻ, നമ്മുടേതെന്ന് പറയാൻ നമ്മളെ സമ്പത്തിൽ 3 മാത്രമേ നമുക്ക് അള്ളാഹുവിൻ്റെ റസൂല് അവകാശം വെച്ചു തന്നിട്ടുള്ളൂ. എന്റെ സമ്പത്തിൽ എന്റെതെന്ന് പറയാൻ എനിക്ക് അല്ലാഹുവിന്റെ റസൂല് അവകാശം വെച്ചു തന്നത് 3 കാര്യം മാത്രമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ അകല ഫഅഫ്നാ ഔ ലബിസ ഫഅബ്ലാ ഔ അഅതാ ഫഅഫ്തനാ. 3 കാര്യങ്ങളാ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, മാ അകല ഫഅഫ്നാ. എന്താണ് ആ വർത്താനം? വല്ലാത്തൊരു വർത്താനാണത്. മാ അകല ഫഅഫ്ന, തിന്നൊഴിവാക്കിയത്, തിന്നൊഴിവാക്കിയത്. അത് എൻ്റെതാന്ന് പറയാം, ഞാൻ തിന്നതായിരുന്നു എന്ന് പറയാം. വല്ലാത്തൊരു വാക്കാ പ്രിയപ്പെട്ടവരെ.
തിന്നാൻ മുന്നിൽ കൊണ്ടുവച്ചത് പോലും എൻ്റെതാന്ന് പറയാൻ നമുക്ക് അവകാശമില്ല അല്ലേ? അത് തിന്നണതിന് മുമ്പ് റബ്ബിൻ്റെ വിളിക്ക് പോകേണ്ടി വരും. അള്ളാഹു റസൂല് പറയാ, നാടൻ ഭാഷയിൽ പറയാൻ വാക്കിവിടെ ഉപയോഗിക്കാൻ പറ്റൂല. അത്രയ്ക്ക് നമുക്കത് അങ്ങനെ മനസ്സിലാക്കുക. തിന്ന് ഒഴിവാക്കിയത് എൻ്റെതാന്ന് പറയാം. രണ്ടാമത്തതോ ഉടുത്ത് ദ്രവിച്ചത് അല്ലേ? ഈ ഇട്ട വസ്ത്രം, ഇപ്പെട്ട വസ്ത്രം ഇതുപോലും ഇപ്പം എൻ്റെതാന്ന് പറയാം, പക്ഷേ പറയാൻ പറ്റൂല എന്നാ. കാരണം ഇന്ന് ഞാൻ മരിച്ചാൽ, നാളെ ഞാൻ മരിച്ചാൽ ഈ വസ്ത്രം മറ്റാരെങ്കിലും ഉപയോഗിക്കും അല്ലേ? അതുകൊണ്ട് ഈ എടുത്ത വസ്ത്രം പോലും എൻ്റെതാണെന്ന് എനിക്ക് പറയാൻ പറ്റൂല. എപ്പോൾ പറയാറിയോ? ഞാനത് ഉട്ട് ധരിച്ച് നുരുമ്പി വേറൊരാൾക്കും ധരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എൻ്റെ ഈ വസ്ത്രം മാറിയാൽ എനിക്ക് പറയാം അതിൻ്റെതായിരുന്നു എന്ന്. അതല്ലാത്ത കാലത്തോളം എൻ്റെ വസ്ത്രം പോലും എൻ്റെതെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. മാത്രമല്ല മൂന്നാമത്തത് കൊടുത്തത്, ദീനിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ച കാര്യങ്ങൾ അതിൻ്റെതായിരുന്നു. നാട്ടിൽ ഒരു പള്ളിയുടെ നിർമ്മാണത്തിൽ ഭാഗവാക്കായി, ആരെയും പറഞ്ഞ് ബോധിപ്പിക്കാനല്ല. ആ പള്ളിക്ക് അല്ലാഹു മഫ്തഹിലി അബ്വാബ റഹ്മത്തിക്ക് എന്ന് പറഞ്ഞ് ആ പള്ളിക്ക് അങ്ങോട്ട് കയറുമ്പോൾ ആ പള്ളിയിലെ ഡോർ ഇങ്ങനെ കാണുമ്പോൾ, പടച്ചോനെ എൻ്റെ സമ്പത്തേക്ക് എന്തെങ്കിലും കരുതി വെക്കാൻ അത് എൻ്റെ വകയാണല്ലോ എന്ന് നമുക്ക് സ്വയം ആശ്വസിക്കാം. നാട്ടിൽ മദ്രസിൻ്റെ ബിൽഡിംഗ് ഇങ്ങനെ കാണുമ്പോൾ, ഓ പടച്ചോനെ എൻ്റെതെന്ന് പറയാൻ, എൻ്റെ നാളത്തെ കബറിലെ അക്കൗണ്ടിലേക്ക്, പരലോകത്തെ അക്കൗണ്ടിലേക്ക് അതെങ്കിലും ചെയ്തു വെക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. പള്ളിയിലെ മൈക്കിലൂടെ ബാങ്ക് കേൾക്കുമ്പോ, അല്ലാഹുവേ അതാ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കാൻ ഒരു മൈക്കെങ്കിലും സൗകര്യം ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞല്ലോ, എൻ്റെ പരലോകത്തെ അക്കൗണ്ടിലേക്ക് അതെങ്കിലും ഉണ്ടല്ലോ എന്ന് എനിക്ക് സ്വയം ആശ്വസിക്കാം. അത് കൊടുത്ത് നേടിയതാ, അതുണ്ടതാന്ന് പറയാ. ഈ മൂന്ന് കാര്യമല്ലാതെ എന്റെതെന്ന് പറയാൻ എനിക്ക് മറ്റൊന്നുമില്ല. എന്റെതെന്ന് പറയുന്ന എൻ്റെ ഭാര്യ പോലും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഭാര്യയായി തീരും. എൻ്റെ വീടെന്ന് പറയുന്ന എൻ്റെ വീട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള അവകാശികൾക്ക് നൽകപ്പെടും. എൻ്റെതെന്ന് പറയുന്ന ഞാനിരിക്കുന്ന എൻ്റെ ഓഫീസിലെ സീറ്റ്, എൻ്റെ ഓഫീസിൽ നിന്ന്, എൻ്റെ കമ്പനിയിൽ നിന്ന് എന്നെ പിരിച്ചുവിട്ടാൽ അവിടെ മറ്റൊരാൾ ആ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് മറ്റൊരു തൻ്റെ സീറ്റായി മാറി. എൻ്റെതെന്ന് പറഞ്ഞ് ഞാൻ സഞ്ചരിക്കുന്ന വാഹനം, ഞാൻ ആ വാഹനം വിറ്റ് കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ഞാൻ ഇന്ന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആ വാഹനം മറ്റൊരാളുടേതായി മാറി. എൻ്റെതെന്ന് പറയാൻ, എൻ്റെതെന്ന് വാശി പിടിക്കാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്ക് സ്വന്തമായിട്ട് എന്താണുള്ളത്? നമുക്ക് സ്വന്തമായിട്ട് എന്താ ഉള്ളത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, മനുഷ്യരായ നമ്മളെ കുറിച്ച് പറയുകയാണ്, അല്ലദീ ജമഅ മാലൻ വഅദ്ദദാ യഹ്സബു അന്ന മാലുഹു അഖ്ലദാ. അവരെങ്ങനെ പണം ഒരുക്കി കൂട്ടി വെച്ചിട്ട് അത് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്, എണ്ണിത്തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇടക്കിടക്ക് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ചെക്ക് ചെയ്തിട്ട് നാട്ടിലെ ബാങ്കിലെ അക്കൗണ്ടിൽ എത്ര പൈസയായിട്ടുണ്ട്, ഇവിടെയുള്ള അക്കൗണ്ടുകളിൽ പൈസ മാറിയിട്ടുണ്ടോ, അക്കൗണ്ടിലേക്ക് മാസത്തിന്റെ ആദ്യത്തില് ശമ്പളം കമ്പനി ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ, കണക്ക് കൂട്ടി നോക്കുകയാണ് നമ്മൾ. യഹ്സബു അന്ന മാലുഹു അഖ്ലദാ. എന്റെ സമ്പത്ത് എന്റെ കൂടെ എന്നും ഉണ്ടാകുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്റെ സമ്പത്ത് എന്നും എന്റേതായിരിക്കുമെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മളെ കുറിച്ചാണ് റബ്ബിന്റെ വചനങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഓർക്കണം. പക്ഷേ നമുക്കിന്ന് സമയമില്ല. ഇസ്ലാഹി സെന്ററിലേക്ക്, ജാലിയാത്തിന്റെ ഓഡിറ്റോറിയത്തിലേക്ക് ക്ലാസുകൾക്കോ പരിപാടികൾക്കോ വിളിച്ചാൽ നമുക്ക് സമയമില്ല. ഓഫീസാണ്, മറ്റു തിരക്കുകളാണ്, മറ്റു പാർട്ട് ടൈം ജോലികളാണ്, എന്തെല്ലാം കാരണങ്ങളാണ്, എന്തെല്ലാം ന്യായങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. നമ്മുടെ കൂടെ ജീവിക്കുന്ന സഹോദരങ്ങൾക്കും സഹോദരിമാർക്കും പറയാനുള്ളത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഈ തിരക്കുകളെല്ലാം അവസാനിക്കുന്ന ഒരു ദിവസമുണ്ട്. എനിക്ക് യാതൊരു തിരക്കുമില്ലാതെയായി മാറുന്ന ഒരു ദിവസം വരാനുണ്ട്. എൻ്റെ തിരക്കുകളെല്ലാം തീരുന്ന ഒരു ദിവസമുണ്ട്. എൻ്റെ ഫോൺ അടിച്ചാൽ എടുക്കാത്ത ദിവസം, എൻ്റെ ഫോണിന് മറുപടി നൽകാത്ത ഒരു ദിവസം. അത് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ. അവർ പെരുമ നടിച്ച് നടക്കുക, സമയമില്ല അവർക്കൊന്നിനും, അവർ തിരക്കില്ല.
പക്ഷേ എത്രത്തോളം അവിടെ പെരുമ നടിക്കലും തിരക്കും നീണ്ടുപോകും. അവരുടെ ഖബറിലേക്ക് എത്തുന്ന ആ നിമിഷം വരെ, അവരുടെ മരണമെന്ന സത്യം അവരുടെ ജീവിതത്തിലേക്ക് വന്നെത്തുന്ന നിമിഷം വരെ അവർ തിരക്കിലായിരിക്കും. അത് കഴിഞ്ഞാൽ, മരണം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് യാതൊരു തിരക്കുമില്ല. അവർ വളരെ ഫ്രീ ആയി മാറി. വജാഅത് സകറത്തുൽ മൗത്ത് ബിൽ ഹഖ് ذلك ما كنت منه تحيد وجاءت سكرة الموت بالحق. മരണമെന്ന സത്യം അത് യാഥാർത്ഥ്യം കൊണ്ട് വരിക തന്നെ ചെയ്യും. കുല്ലു നഫ്സിൻ സായിഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാരി വഉദ്ഖിലിൽ ജന്നത ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയാ ഇല്ലാ മതാഉൽ ഗുറൂർ. വിശുദ്ധ ഖുർആൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുകയാണ്, എല്ലാ ആത്മാക്കളും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. അള്ളാഹുവിന്റെ ആ പ്രയോഗത്തെ ഒന്ന് ഓർക്കണേ, ആ പ്രയോഗത്തെ ഒന്ന് ശ്രദ്ധിക്കണേ. മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. നല്ല ടേസ്റ്റുള്ള ഒരു ഫുഡ്, നല്ല രുചികരമായ ഒരു ഭക്ഷണം എത്ര ആസ്വദിച്ചുകൊണ്ടാണ് നമ്മൾ കഴിക്കുക. അതേ ആസ്വാദനം എന്ന പദമാണ് മരണത്തെക്കുറിച്ച് പോലും അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഏത് സമയം, ഏത് നിമിഷത്തിൽ, ഏത് രൂപത്തിലായിരിക്കും എന്റെയും നിങ്ങളുടെയും മരണം സംഭവിക്കുക എന്ന് നമുക്കറിയില്ല. അതും വിശുദ്ധ ഖുർആൻ നമ്മളോട് പറഞ്ഞില്ലേ, വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത് വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ എന്തു ചെയ്യുമെന്ന്, നാളെ എന്ത് സംഭവിക്കുമെന്ന് ഒരു മനുഷ്യനും അറിയില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർളിൻ തമൂത്. ഏത് ഭൂമിയിലാണ്, എവിടെ വെച്ചാണ് എന്റെയും നിങ്ങളുടെയും മരണം നടക്കാനിരിക്കുന്നതെന്നും നമുക്കറിയില്ല. അതെപ്പോഴാണോ ആ സമയത്തത് സംഭവിക്കുക തന്നെ ചെയ്യും. അവിടെ നമ്മൾ ആലോചിക്കേണ്ട ഒരു വസ്തുത ഉണ്ട്, അറിയോ? നമ്മൾ ആലോചിക്കണം സമയമായിട്ടില്ല എന്ന്. പക്ഷേ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു വചനമുണ്ട്. എന്താണറിയോ? ഇദാ അറാദല്ലാഹു ഖബദ അബ്ദിൻ ബിഅർളിൻ ജഅല ലഹു ഇലൈഹാ ഹാജാ. അള്ളാഹു ഒരു മനുഷ്യന്റെ റൂഹിനെ പിടിക്കാൻ തീരുമാനിച്ചാൽ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്റെയോ നിങ്ങളുടെയോ അവധി എത്തിക്കഴിഞ്ഞാൽ, നാളെയാണ് നമ്മുടെ അവധിയെങ്കിൽ, മറ്റന്നാളാണ് നമ്മുടെ അവധിയെങ്കിൽ, ആ അവധി അത് ഒരുപക്ഷെ ഇന്ന് കോബാറിലുള്ള നമ്മള്, പക്ഷേ നാളെ നമ്മുടെ അവധി തീരുമാനിച്ചു വെച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിലോ അല്ലെങ്കിൽ കൊല്ലം ജില്ലയിലോ ഉള്ള നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രാമധ്യയിൽ എയർപോർട്ടിൽ നിന്ന് കാറിൽ സഞ്ചരിക്കുമ്പോൾ ഒരു അപകടത്തിലൂടെയാണെങ്കിൽ, ഇന്ന് രാത്രി നമ്മുടെ ഫോണിലേക്ക് മെസ്സേജ് വരും, നമ്മുടെ ഫോണിലേക്ക് നാട്ടിൽ നിന്ന് എമർജൻസി ഫോൺ വരും, നമ്മൾ റീ എൻട്രി അടിക്കും, വളരെ തിരക്കിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റ് എടുത്ത് നമ്മൾ യാത്ര ചെയ്യും. അങ്ങനെ ആ അപകടം സംഭവിക്കുവാനും നമ്മുടെ മരണത്തിന് നിദാനമാകുന്ന ആ കാരണത്തിലേക്ക് നമ്മൾ എത്തുമെന്നല്ല, നമ്മളെ റബ്ബ് എത്തിക്കുമെന്നാണ് അഷ്റഫുൽ ഖൽഖ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത്. ഇദാ അറാദല്ലാഹു ഖബ്ല അബ്ദിൻ, ഒരു അടിമന്റെ ആത്മാവിനെ പിടിക്കാൻ അല്ലാഹു തീരുമാനിച്ചു കഴിഞ്ഞാൽ, സമയമെത്തിയിട്ടുണ്ടെങ്കിൽ, ജഅല ലഹു ഇലൈഹാ ഹാജ. നാളെ റിയാദിലാണോ നമ്മൾ അന്ത്യം തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ, നാളെ നമ്മൾ റിയാദിക്ക് എത്തും, അല്ല എത്തിക്കും റബ്ബ്. എന്തെങ്കിലും കാരണം ഉണ്ടാകും. അതാണ് റബ്ബിന്റെ തീരുമാനം, അതാണ് റബ്ബിന്റെ വിധി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എത്രയെത്ര സംഭവങ്ങളാ നമ്മൾ കേട്ടിരിക്കുന്നത്. അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങളെ കാര്യം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഈ കഴിഞ്ഞ ആഴ്ചകൾക്ക് മുമ്പ് കൊല്ലം ജില്ലയിൽ നടന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ എത്രയോ വാർത്ത കേട്ടു, വായിച്ചു, കണ്ടു. അവിടെ ഞാൻ ശ്രദ്ധിച്ചൊരു വാർത്തയുണ്ടായിരുന്നു. ആ അപകടത്തിൽ 2 യുവാക്കൾ മരിച്ചു. അവരെങ്ങനെ മരിച്ചത് അറിയോ? ആ അപകടത്തിൽ ആ സ്പോട്ടിൽ നിന്നൊന്നുമല്ല അവർ മരിച്ചത്, പക്ഷെ ആ അപകടത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ മരണപ്പെടുന്നത്. എങ്ങനെ അറിയോ? ആ അപകട സ്ഥലത്തിൽ നിന്ന് 1.5 കിലോമീറ്റർ ഇപ്പുറത്താണ് അവർ മരിക്കുന്നത്. അപകടം നടക്കുന്നതിന് തൊട്ട് മുമ്പ് തങ്ങളുടെ ബൈക്കിൽ അവർ വീട്ടിലേക്ക് യാത്ര തിരിച്ചു.
അവര് യാത്ര തിരിച്ച തൊട്ടുപിറകെയായി ആ ക്ഷേത്ര അങ്കണത്തിൽ വെടി ദുരന്തമുണ്ടായി. 1.5 കിലോമീറ്റർ ഇപ്പുറത്ത് നിൽക്കുന്ന അവര് മരണം വരിക്കുന്നത് ആ ക്ഷേത്രാങ്കണത്തിൽ നടന്ന ആ പൊട്ടിത്തെറിയിൽ ഒരു കോൺക്രീറ്റ് ബിൽഡിംഗ് പൊട്ടിച്ചിതറി അതിന്റെ ചിതലുകൾ, അതിന്റെ ചീളുകൾ അവർ സഞ്ചരിക്കുന്ന ബൈക്കിലേക്ക് വന്നു വീണു. ആ 2 യുവാക്കളും മരണമടഞ്ഞു. നിങ്ങൾ ആലോചിച്ചോക്ക് റബ്ബിന്റെ ഖദർ, റബ്ബിന്റെ ഖല അത് വരിക തന്നെ ചെയ്യും. وجاءت سكرة الموت بالحق ذلك من كنت تحيد قل إن الموت الذي تفرون منه فإنه ملاقيكم. നീ പേടിച്ചോടുന്ന മരണമുണ്ടല്ലോ നിന്നെ കണ്ടുമുട്ടുക തന്നെ ചെയ്യും. നമുക്കതിൽ അത്ഭുതമില്ലല്ലേ? എന്താ പതില്? എത്ര സംഭവം? നമുക്കതൊരു സാധാരണ സംഭവമായി മാറി. ആദം മുതൽ പല കാലവും കഴിഞ്ഞില്ലേ, അതിലത്ഭുതവും ഇന്നോളവും നിനക്കില്ലേ? ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, മരണമെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ? മണിമേട മകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പോയതത്ഭുതമല്ലേ? മൈനറിയ തീമായി കൺതടം നനഞ്ഞില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ? ആദം നബിയുടെ കാലം മുതൽ മരണം സംഭവിച്ചിട്ടുണ്ട്, അതിൽ നമുക്കാർക്കും അത്ഭുതമൊന്നുമില്ല. പക്ഷേ ലോകം അടക്കി ഭരിച്ചിരുന്നവരല്ലേ, ലോകം മുഴുവൻ അടക്കി ഭരിച്ചിരുന്ന സാമ്രാജ്യത്വ ശക്തികൾ, വലിയ സ്വച്ഛാധിപതികളായ ഭരണാധികാരികൾ, വലിയ വലിയ രാജാക്കന്മാർ, അവരൊക്കെയും മരണമെന്ന സിംഹം കൊന്നതത്ഭുതമല്ലേ? അവരൊക്കെയും മരണത്തിന് കീഴടങ്ങിപ്പോയി. മണിമേട മുകളിൽ ഉല്ലസിച്ചവരല്ലേ, മണ്ണിന്റെ കീഴിൽ പെട്ടതത്ഭുതമല്ലേ? കവിതയാണെങ്കിലും അതിൻ്റെ ആശയങ്ങൾ പറയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറിപ്പോകുന്നു. മൈനറിയ തീമായി കൺതടം ഒലിച്ചില്ലേ, മണവാട്ടിയെയും വിട്ടതത്ഭുതമല്ലേ? ചെറിയ ചെറിയ മക്കൾ എത്തീമായി പോയി, വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു. ചെറുപ്രായത്തിൽ മണവാട്ടിയെയും വിട്ട് യാത്രയായി. മരണമെന്ന സത്യം നമ്മളിലേക്ക് കടന്നു വരാനിരിക്കുന്നതാണ്. ഇന്ന് ഉറങ്ങുന്ന ബെഡിൻ്റെ സോഫ്റ്റ് നമുക്ക് തികയുന്നില്ല, റൂമിലെ AC-യുടെ പവർ പോരാ. എന്നാൽ നാളെ കിടക്കാനുള്ള വീടിനെ കുറിച്ച്, നാളെ പോയി കിടക്കാനുള്ള ആ അവസ്ഥയെക്കുറിച്ച് എപ്പോഴെങ്കിലും നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? സഹോദരങ്ങളെ, പള്ളിക്കാട്ടിലാണ് നാളെ മണിയറ, കനമേറിടുന്ന കല്ലതിൻ്റെ മീതെ, പൊള്ളിടുന്ന ചൂട് തിങ്ങും കല്ലറ, നാം തുള്ളി നടക്കേണ്ട മണ്ണിൽ നീലേ. വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ, ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ. വിളിക്കുന്ന പേര് മാഞ്ഞു പോകുമേ, ഉടൻ മയ്യത്തെന്ന നാമമായി തീരുമേ. പൊന്നുപ്പ എന്ന പേര് മക്കൾ മാറ്റുമേ, നിന്റുറ്റവരും ഉടയവരതേറ്റു പാടുമേ. പൊന്നുപ്പ എന്ന പേര് മക്കൾ മാറ്റുമേ, നിന്റുറ്റവരും ഉടയവരതേറ്റു പാടുമേ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ പോയി കിടക്കാനുള്ളത് പള്ളിക്കാടുകളിലെ മണിയറയാണെന്ന് വിശേഷിപ്പിച്ചത്. ഇന്ന് നമ്മൾ കിടക്കുന്ന ബെഡും സൗകര്യങ്ങളും റൂമും നമുക്ക് തികയുന്നില്ല. പക്ഷേ ഇരുണിലാൽ പെയിന്റിട്ട ഇടുങ്ങിയ ആ ഖബറുകളിൽ നമുക്ക് ജീവിക്കേണ്ടതുണ്ട്. ഇന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ റൂഹ് വിട പറഞ്ഞു കഴിഞ്ഞാൽ, ഉപ്പ എന്ന് സ്നേഹത്തോടുകൂടി വിളിച്ചിരുന്ന, ഉപ്പ എന്ന് പറഞ്ഞ് നമ്മുടെ നെഞ്ചോട് ചേർത്തോടി വന്നിരുന്ന, പൊന്നുപ്പ തന്നിരുന്ന, ഉമ്മ തന്നിരുന്ന, നമുക്ക് മുത്തം നൽകിയിരുന്ന അതേ നമ്മുടെ മക്കൾ നാളെ നമ്മളെ വിളിക്കുന്ന പേര് ഉപ്പ എന്നായിരിക്കുകയില്ല. ഉപ്പ എപ്പോഴാ വരിക എന്നന്വേഷിച്ചിരുന്ന മക്കൾ, ഉപ്പ എപ്പോഴാ ഫോൺ വിളിക്കുക എന്നന്വേഷിച്ചിരുന്ന മക്കൾ, ഫോണിലൂടെയും മെസ്സേജുകളുടെയും സ്നേഹത്തോടുകൂടി കൊഞ്ചലോടുകൂടി ഉപ്പ എന്ന് വിളിച്ചിരുന്ന നമ്മുടെ മക്കൾ, ഉമ്മ എന്ന് വിളിച്ചിരുന്ന നമ്മുടെ മക്കൾ നാളെ ചോദിക്കുന്ന ചോദ്യം, എപ്പോഴാ മയ്യത്തെടുക്കുക? അല്ലേ?
നമ്മൾ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടക്കുകയാണെങ്കിൽ പോലും മക്കൾ പറയും, എപ്പോഴാ ഉപ്പാനെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആക്കുക, എപ്പോഴാ ഉപ്പയുടെ കാര്യം, എപ്പോഴാ ഉമ്മയുടെ കാര്യം. പക്ഷേ അതേ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതേ മക്കൾ പറയും, എപ്പോഴാ മയ്യത്ത് എടുക്കുക, എപ്പോഴാ മയ്യത്ത് മറവ് ചെയ്യുക, എപ്പോഴാ മയ്യത്ത് കുളിപ്പിക്കാൻ എടുക്കുക. ഇക്ക എന്ന് വിളിച്ചിരുന്ന നമ്മുടെ ഭാര്യയും അന്യയായിപ്പോയി, മറ്റൊരുത്തൻ്റെ ഭാര്യയാവും. നമ്മൾ ആലോചിക്കണം, ഇത്രയും തുച്ഛമായ ദുനിയാവിന് വേണ്ടി സമ്പാദിച്ചു കൊണ്ടിരിക്കുന്ന നമ്മൾ, ദുനിയാവ് തീരെ വേണ്ട എന്നല്ല, ദുനിയാവിന് വേണ്ടി ഒന്നും ഉണ്ടാക്കണ്ട, ഒന്നും സമ്പാദിക്കണ്ട, എല്ലാം വിട്ടെറിഞ്ഞ് നാളെ തന്നെ എക്സിറ്റ് അടിച്ച് നാട്ടിൽ പോകണമെന്നല്ല ഈ വർത്തമാനങ്ങളൊന്നും. പക്ഷേ നാളേക്ക് വേണ്ടി ഞാൻ നേരത്തെ ഓതി വച്ചില്ലേ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാ, അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സുൻ മാ ഖദ്ദമത് ലിഗദിൻ, നാളേക്ക് വേണ്ടി എന്താണ് ഞാനും നിങ്ങളും സമ്പാദിച്ചു വെച്ചത് എന്ന് ഓർക്കാൻ, എന്ന് ചിന്തിക്കാൻ, എന്ന് പഠിക്കാൻ, എന്ന് മനസ്സിലാക്കാൻ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ സമയം കണ്ടെത്തേണ്ടിയിരിക്കുന്നു. മരണം അതൊരു യാഥാർത്ഥ്യമായി എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരിക തന്നെ ചെയ്യും. നല്ല മരണത്തെക്കുറിച്ചും ചീത്ത മരണത്തെക്കുറിച്ചും അഷ്റഫുൽ ഖൽക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചു. ചീത്ത ആത്മാവിൻ്റെ മരണമാണെങ്കിൽ മലക്കുകൾ വിളിച്ചു പറയും, അല്ലയോ ചീത്ത ആത്മാവേ, മലക്കുൽ മൗത്ത് റൂഹ് പിടിക്കാൻ വരുന്ന സമയ, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ്, അല്ലയോ ചീത്ത ആത്മാവേ, ഉഖ്റുജി ഇലാ സുഖ്തിൻ മിനല്ലാഹ്, ഇറങ്ങ്, ഇങ്ങോട്ട് വിട്ടുതാ, ആത്മാവിനെ വിട്ടുതാ റബ്ബിന്റെ കോപത്തിലേക്ക്, റബ്ബിന്റെ താപത്തിലേക്ക്, റബ്ബിന്റെ ശിക്ഷയിലേക്ക് നിന്റെ ആത്മാവിനെ വിട്ടുതാ. എത്രയോ ആളുകൾ മരിക്കുന്ന സമയത്ത് നമ്മൾ കൂടെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ നമ്മളാരും അത് കേട്ടിട്ടില്ല, അത് കണ്ടിട്ടില്ല. പക്ഷെ അതൊരു സംഭവമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. മരണത്തിൻ്റെ സമയത്ത് മലക്കുൽ മൗത്ത് വന്ന് നമ്മൾ റൂഹ് പിടിക്കുക തന്നെ ചെയ്യും. അത് നമ്മൾ ചീത്ത ആത്മാവിൻ്റെ ഉടമയാണോ, ചീത്ത മരണമാണോ നമ്മൾ കാത്തിരിക്കുന്നതെങ്കിൽ ഈ മരണത്തിന്റെ കാര്യമേൽപ്പിക്കപ്പെട്ട മലക്കുകൾ നമ്മുടെ സമീപത്തേക്ക് വരും. എന്നിട്ട് പറയും, യാ അയ്യത്തുഹൻ നഫ്സുൽ ഖബീസ്, ചീത്ത ആത്മാവേ, ഉഖ്റുജി, പുറത്തിറങ്ങ്, പുറത്തേക്ക് താ നിന്റെ ആത്മാവിനെ, ഇലാ സുഖ്തിൻ മിനല്ലാഹ്, അതിന്റെ കോപത്തിലേക്ക്. വിട്ടുകൊടുക്കൂല ശരീരം സമ്മതിക്കൂല. അപ്പൊ അടിയും തൊടിയും ശിക്ഷയും ബലാത്കാരമായി ശരീരത്തിൽ നിന്ന് ആത്മാവിനെ പുറച്ചാക്കി കൊണ്ടുപോകും. അതിന് ഉദാഹരണം പറഞ്ഞു, നനഞ്ഞ കോട്ടൺ, നനഞ്ഞ പരുത്തി, നനഞ്ഞ പഞ്ഞി നമ്മൾ പറയുന്നു, അതിൻ്റെ ഉള്ളിൽ ഒരു മുള്ളു കുടുങ്ങിയാൽ അത് എത്രത്തോളം പ്രയാസത്തിലെടുക്കാൻ പറ്റുക. അതുപോലെയായിരിക്കും ഒരു ചീത്ത ആത്മാവിൻ്റെ, ചീത്ത മനുഷ്യന്റെ ആത്മാവിനെ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മലക്കുൽ മൗത്തുകൾ പിടിക്കുക. എങ്കിലോ നല്ല മനുഷ്യനായിരുന്നു, ഈ ലോകത്ത് സുഹൃതം ചെയ്തുകൊണ്ട് പരലോകത്തേക്ക് വേണ്ടി എന്തെങ്കിലും ഒരുക്കി വച്ചിട്ടാണ് നമ്മൾ യാത്രയാകുന്നത് എങ്കിൽ വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി. ഇത്ര മനോഹരമായ വാക്കുകൾ. നേരത്തെ പറഞ്ഞതിന് നേരെ ഓപ്പോസിറ്റാ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ, സകല സംതൃപ്തിയോടും തൃപ്തിയോടും കൂടി റബ്ബിലേക്ക് പുറപ്പെട്ടോ, നിനക്കെന്ന സമയമായിട്ടുണ്ട്. റാദിയതൻ മർദിയ ഫദ്ഖുലി ഫീ ഇബാദി ഫദ്ഖുലി ജന്നതി, നല്ല അടിമകളിലേക്ക് പുറപ്പെട്ടോ, സ്വർഗ്ഗത്തിന്റെ വഴിയിലേക്ക് യാത്ര ചെയ്യിച്ചോ. അത് വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ഉപമ കൂടി പറഞ്ഞു തന്നു. നല്ല ഒരു പൂജയിൽ നിന്ന് ഗ്ലാസിലേക്ക് വെള്ളമൊഴിക്കുന്ന ലാവണ്യത്തോടു കൂടി അത്രക്ക് വളരെ എളുപ്പമായ രീതിയിൽ നമ്മുടെ ശരീരം ആത്മാവിനെ വിട്ടുകൊടുക്കും. അങ്ങനെയുള്ള ഒരു മരണമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതിനുവേണ്ടിയായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ, നമ്മൾ ചുറ്റപ്പെടുത്തേണ്ടത്. ഇന്ന് നമ്മുടെ സ്വത്തിന്റെയും സന്താനങ്ങളുടെയും സമ്പത്തിന്റെയും ഭൗതികതയുടെയും പുറകെ നമ്മൾ കൂടി
ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തീരെ ഓടണ്ട എന്നല്ല, മറിച്ച് ആഖിറത്തിന് കൂടി പ്രാധാന്യം കൊടുത്ത് ഓടണം. കാരണം ഈ പറയുന്ന മക്കളോ ഈ പറയുന്ന സന്താനങ്ങളോ സമ്പത്തോ ദുനിയാവോ ഒന്നും നമുക്ക് ഉപകാരപ്പെടാത്തൊരു ദിവസമാണ് പരലോകം. യൗമ ലാ യൻഫഉ മാലുൻ വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. സ്വത്തോ സന്താനങ്ങളോ ഉപകാരപ്പെടാത്ത ഒരു ദിവസം. ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. കുറ്റമറ്റ ഹൃദയവുമായി കൊണ്ട് അന്നേ ദിവസം ആര് റബ്ബിനെ കണ്ടുമുട്ടുന്നുവോ അവർക്കാണെന്ന് വിജയമുള്ളത്, അവർക്കാണെന്ന് സന്തോഷമുള്ളത്, അവർക്കാണെന്ന് സ്വർഗീയമായ ആരാമങ്ങളിലേക്ക് പ്രവേശനമുള്ളത്. ആ കുറ്റമറ്റ ഹൃദയത്തിന്റെ ഉടമകളായി മരണത്തെ കൈവരിക്കാനും അതിലൂടെ ഖബർ ജീവിതത്തിലൂടെ പരലോകത്തേക്ക് യാത്ര തിരിക്കണമെങ്കിലും സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇവിടെയുള്ള നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ചുറ്റപ്പെടുത്തണം. ആരാധനകളുടെ കാര്യത്തിൽ ഒന്നുകൂടി സൂക്ഷ്മത പുലർത്തുക, നമസ്കാരത്തിന്റെ കാര്യത്തിൽ കൃത്യത പുലർത്തുക, ജമാഅത്തുകൾ ശ്രദ്ധിക്കുക, കഴിയുന്ന ആളുകൾ തഹജ്ജുദ് നമസ്കാരങ്ങളും അത്തരത്തിലുള്ള പുണ്യകർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക. എന്റെ ജീവിതത്തിൽ ഖുർആനിൽ നിന്ന് ഒരു ഏട് പോലും ഒരു പേജ് പോലും പാരായണം ചെയ്യാത്ത ദിവസം ഇനി അങ്ങോട്ട് കടന്നു പോകുകയില്ല. ഇന്ന് ഞാനത് ഓതിയിട്ടുണ്ടോ എന്ന് ഞാൻ ആലോചിക്കുക, ഒപ്പം നമ്മളും ആലോചിക്കുക. ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ആലോചിക്കുക, എന്തായിരുന്നു ഇന്നത്തെ എന്റെ ദിവസം? ഖുർആന് ഞാൻ ഓതിയോ? ജമാഅത്ത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഞാൻ കൃത്യത പുലർത്തിയോ? ദിക്റുകളും ദുആകളും വർദ്ധിപ്പിക്കാൻ എനിക്ക് സാധിച്ചു? കാരണം നാളെ എഴുന്നേൽക്കുമോ എന്ന് എനിക്ക് ഉറപ്പുമില്ല. അല്ലാഹു യതവഫൽ അൻഫുസ ഹീന മൗതിഹാ വല്ലത്തി ലം തമുത് ഫീ മനാമിഹാ. നമ്മുടെ ഉറക്കങ്ങളിൽ വെച്ച്, നമ്മുടെ ഉറക്ക സമയങ്ങളിൽ നമ്മുടെ ആത്മാക്കളെ റബ്ബ് പിടികൂടുമെന്ന് വിശുദ്ധ ഖുർആനിലൂടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഏത് സമയത്തും മരണം നമ്മളിലേക്ക് വന്നാൽ സന്തോഷത്തോടുകൂടി പൂജയിൽ നിന്ന് വെള്ളമൊഴിക്കുന്ന ആവരണത്തോടുകൂടി നമ്മുടെ ആത്മാവിനെ മലക്കുൽ മൗത്തിന് വിട്ടുകൊടുക്കാൻ കഴിയുന്ന സുഹൃതവന്മാരായി മാറാൻ കഴിയുന്ന നല്ല വിശ്വാസികളായി മാറാൻ, നല്ല വിശ്വാസിനികളായി മാറാൻ നമ്മുടെ പ്രവർത്തനങ്ങളെ നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള നല്ല അടിമകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതം മുഴുവൻ ഈമാനനുസരിച്ച് ജീവിക്കുവാനും മരിക്കുന്ന സമയത്ത് കലിമത്തു തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള തൗഫീഖ് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ സമ്പത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ ജോലിയുടെ കാര്യത്തിലും എല്ലാവരുടെ ബർക്കത്തും റഹ്മത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു ദൂരീകരിക്കുമാറാവട്ടെ. നമ്മുടെ രോഗങ്ങൾ അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ നാടുകളിൽ വെള്ളമില്ലാതെ ജലദൗർബല്യം മൂലം, ചൂടിന്റെ കാഠിന്യം മൂലം നമ്മുടെ നാട്ടുകാരും നമ്മുടെ കൂട്ടുകാരും നമ്മുടെ മക്കളെല്ലാം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവർക്കും നമുക്കും അല്ലാഹുവിന്റെ കാരുണ്യമായ മഴ വർഷിപ്പിച്ചുകൊണ്ട് അല്ലാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. السلام عليكم ورحمة الله.